കോട്ടയം തീക്കോയി 30 ഏക്കറിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ പൂർണ്ണമായും, ഒരു വീട് ഭാഗികമായും തകർന്നു. പ്രദേശത്തെ 4 വാഹനങ്ങളും തകർന്നിട്ടുണ്ട്. മേഖലയിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ദുരിതബാധിത മേഖലയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തീക്കോയി പഞ്ചായത്തിലെ 30 ഏക്കർ എന്ന പ്രദേശമാണ്. ഇവിടെ വ്യാപകമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ് സംഭവിച്ചിരിക്കുന്നത്. രാത്രി 2 മണിയോടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ ഉള്ള പ്രദേശമാണ്, ആൾതാമസമുള്ള പ്രദേശമാണ്. ഈ ഭാഗത്തേക്ക് എത്തുന്ന വഴികളിൽ എവിടെയും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വലിയ പാറക്കെട്ടുകൾ തകർന്ന് നിലം പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ ഇവിടം സഞ്ചാരയോഗ്യമാക്കുന്നതിന് ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഈ പാറക്കെട്ടുകളും മറ്റും നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മണിക്കൂറുകളായി തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആൾതാമസമുള്ള ഈ പ്രദേശത്തേക്ക് എത്തുന്ന വിവിധ മേഖലകളിൽ വഴികളിലുമൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രി കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടാണ് ഈ 30 ഏക്കർ എന്ന് പറയുന്ന തീക്കോയിലെ ഈ പ്രദേശത്തും ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, എത്രയോ നാശം വിതയ്ക്കുന്ന രീതിയിലാണ്. ഈ വീടുകൾക്ക് മുകളിലേക്ക് വരെ വലിയ പാറക്കല്ലുകൾ പതിച്ചിരിക്കുകയാണ്. മുകളിൽ നിന്നും, കുന്നുകൾക്ക് മുകളിൽ നിന്നും വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വീടിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്നിരിക്കുന്നത് കാണാം. ഭയാനകമായ ദൃശ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന്, 30 ഏക്കർ പ്രദേശത്ത് നിന്ന് കാണുന്നത്. ഒപ്പം വലിയ ഭീമാകാരമായിട്ടുള്ള പാറക്കല്ലുകളാണ് നിലം പതിച്ചിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ച് നിലം പതിച്ച് താഴേക്ക് എത്തിയിരിക്കുന്നത്. ഭയാനകമായി വീടുകൾക്ക് മുകളിലേക്ക് ഈ പാറക്കല്ലുകൾ എത്തിയിരിക്കുന്നു. 3 വീടുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആളപായമില്ല എന്നുള്ളൊരു ആശ്വാസ കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നലെ ഏത് സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്? ഏത് സമയത്താണ്? രാത്രി 1:45 രാത്രി 1:45 ആയപ്പോഴാണ് ഉണ്ടാകുന്നത്. ആളുകൾ പരിഭ്രാന്തരായി എന്തായിരുന്നു ആ സാഹചര്യം? ഇപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് ഓടിയെത്താൻ പറ്റിയോ? വീടുകൾക്ക് മുകളിലേക്ക് കല്ലുകളൊക്കെ വീടുകളുടെ മുകളിൽ, ഒരു വീടിൻ്റെ മുകളിൽ കല്ല് വീണു. വീടിനെ ഓടാൻ പറ്റിയില്ല, നമുക്ക് രാത്രി കേൾക്കാൻ പറ്റിയില്ല. വീട് വെട്ടമില്ലല്ലോ, അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ തന്നെ ഇരുന്നു. ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലേക്ക്? അവിടെ എൻ്റെ വീടിൻ്റെ മുകളിൽ വന്നില്ല, എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ അവരിൽ പോയത്. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്തില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. വെട്ടം വെളിച്ചമൊന്നും ഇല്ലായിരുന്നു, കറണ്ട് എല്ലാം പോയി. അവിടെ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വീടൊക്കെ പോയ കാര്യം അറിയുന്നത്. ആളപായമൊന്നുമില്ല, ആർക്കും ഒന്നും ഇല്ല. ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ മാറി താമസിക്കും. മാറി താമസിക്കും. ക്യാമ്പിൽ തീക്കോയി സ്കൂളിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകും. കുറേ ആൾക്കാർ പോയി, ഇനി കുറേ ആൾക്കാർ. 3 വീടുകൾക്കാണോ നാശനഷ്ടം? 3 വീട് പൂർണ്ണമായിട്ട് പോയി, പൂർണ്ണമായി തകർന്നു. പിന്നെ ഭാഗികമായി വലിയ പാറക്കല്ലുകളാണ്. ഇത് അപകട മേഖലയാണോ ഇങ്ങനെ ഈ പ്രശ്നം? അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിൽ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ട്. അങ്ങോട്ടുള്ള എല്ലാം ബ്ലോക്കാണ്. ഒറ്റയിട്ട് പോകുന്ന വഴിയെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുക. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പഞ്ചായത്തും വില്ലേജും ഒക്കെ വന്നായിരുന്നു. മാറി താമസിക്കാൻ പരമാവധി ആളുകൾ മാറിയിട്ടുണ്ടെന്നാണ്. മാറി. ബാക്കിയുള്ളവർ വൈകിട്ട് ക്യാമ്പിൽ പോകും. വളരെ ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ്. പരമാവധി ആളുകളോട് ഇവിടുന്ന് മാറിപ്പോകാൻ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭയാനകമായ സാഹചര്യം. 3 വീടുകൾ പൂർണ്ണമായും തകർന്നു, 2 വീടുകൾ ഭാഗികമായി തകർന്നു. വീടുകൾക്ക് മുകളിലേക്ക് പാറക്കല്ലുകൾ വന്ന് അടിയുന്ന കാഴ്ച ഭയാനകമായ സ്ഥിതിവിശേഷം തന്നെയാണ്. ഈ നാട്ടുകാരും മറ്റും ഇപ്പോൾ ഇവിടെ ഈ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള, വീടുകളിലേക്ക് മറ്റും കിടക്കുന്നതിനുള്ള എന്താണ് ഇവിടുത്തെ ഇപ്പോൾ നിലവിലെ സാഹചര്യം? മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾക്ക് നല്ല പരിക്കുണ്ട്. ഞങ്ങൾ കുറച്ച് ഇവിടെ ആളുടെ ഉപജീവനമാർഗം ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. വഴി സഞ്ചാരയോഗ്യമാക്കണം. അപ്പുറത്തേക്കൊക്കെ മേളിലേക്ക് പ്രശ്നം വന്നത് ഈ പ്രദേശത്തേക്ക് കിടക്കുന്ന വഴികളിലൊക്കെ മണ്ണിടിച്ചിൽ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്കും കണ്ടു. അങ്ങനെ ഒരു ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെയൊക്കെ മാറ്റിയോ പൂർണ്ണമായിട്ട്? കുറച്ച് ആളുകളെ ക്യാമ്പിലേക്ക്, സ്കൂളിൽ ക്യാമ്പുണ്ട്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. വഴി മുകളിലേക്കും ഗതാഗത യോഗ്യമായിട്ടില്ല. ആളുകൾ ഈ വഴി വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെട്ട ഈ പ്രദേശം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഈ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഉള്ളത്. അപകട ഭീഷണി, ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ നിലവിലെ സ്ഥിതി? ഇവിടെ ഉരുൾപൊട്ടൽ മേഖലയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളം ഏത് സമയത്ത് ഉരുൾപൊട്ടാം. ഇനിയും അപ്പോഴത്തെ ഒരു മേഖലയാണ്. ഇവിടുന്ന് മാറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയോ? ഇല്ല, ഇവരെല്ലാം കുറച്ച് പേര് താഴോട്ടൊക്കെ പോയതേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ കൂടുതൽ ഇവിടെയുള്ളവരോട് ചോദിക്കാൻ അതിൻ്റെ കുറിച്ച് ഞാൻ താഴെയാണ്. ഓക്കെ.
എന്തായാലും കുതിച്ചൊഴുകുന്ന വെള്ളം, മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ മഴവെള്ളം വേഗത്തിൽ പതിച്ച് താഴേക്ക് പതിയുന്നുണ്ട്. അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രദേശത്ത് ഇതിനോടകം തന്നെ ഉണ്ടാകുന്നു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഭയാനകമായിട്ടുള്ള സാഹചര്യം ഇവിടെ തുടരുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഒരിടത്ത് 2 മരണം സംഭവിച്ചു. അങ്ങനെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. ഈ മഴ മാറുന്നില്ല, മഴയ്ക്ക് ശമനമില്ല എന്നുള്ളത് ഈ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്, കാലാവസ്ഥാ സ്ഥിതിവിശേഷം തന്നെയാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് പറയാനുള്ളത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.